ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 40 ഡേ സ്റ്റഡി പ്ലാനിൽ ഇന്ന് ഡേറ്റ് ഓഫ് ദിവസത്തേക്ക് എത്തിയിരിക്കണം. നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം പിന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത്, നമുക്കറിയാം നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സുപ്രധാന നിയമങ്ങളാണ്. നമ്മൾ ഇത് മുന്നേ ഒരു തവണ നോക്കിയതാണ്. ഇത് ഒരു വിഷയം പോലെ ഒരു തരത്തിലും കൂടി നോക്കിയത്, കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ദ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾസ്. ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ മനുഷ്യാവകാശം, അതുപോലെ പിന്നാക്ക വിഭാഗം, പട്ടികജാതി, പട്ടികവർഗം, അതുപോലെ ന്യൂനപക്ഷത്തിന്റെ കമ്മീഷൻസ് ഒക്കെ വന്നത് ഈ ഒരു ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾസിലാണ്. അതേപോലെ നമ്മൾ പിന്നെ അടുത്തതായിട്ട് നോക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഗാർഹിക പീഡന നിരോധന നിയമം. അപ്പൊ ഇന്ന് എല്ലാവർക്കും ശനിയാഴ്ച ആയതുകൊണ്ട് ഇത് രണ്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സമയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാണ്ട് നമ്മൾ ഇന്നലെ നോക്കിയിരുന്ന സുപ്രധാന നിയമങ്ങളിൽ തന്നെ വിവരാവകാശ നിയമം, പോക്സോ ഒക്കെ ഒന്നുകൂടി നോക്കി ഊട്ടി ഉറപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ. പിന്നെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ളത് ദ സ്പെഷ്യൽ ഡേയ്സ് ആൻഡ് തീംസ് ആണ്. അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് ഈ അടുത്ത് കഴിഞ്ഞുള്ളൂ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും പഠിക്കണം. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് ആൻഡ് തീംസിൽ നമുക്ക് ഈ അടുത്ത എക്സാംസിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ട് അതിന്റെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സ്ലോഗൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വനിതാ ദിനായാലും വനിതാ ദിനത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള തീം എന്താണ്, അതേപോലെ വെറ്റ്ലാൻഡ് ഡേ ആണെങ്കിലും അല്ലെങ്കിൽ കൺസ്യൂമർ ഡേ ആണെങ്കിലും അതേപോലത്തെ ഉള്ള സ്പെഷ്യൽ ഡേയ്സിന്റെ തീംസ് എന്താണ്, അത് 2024 മാത്രം പോരാ, 2022, 23, 24 നോക്കി വെക്കാം. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് ഹോട്ട് ടോപ്പിക്സ് നോക്കാനുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാൻ പോണത് 27, 24 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെയാണ്. അതേപോലെ 2022 പ്രിലിംസിന്റെ പേപ്പറുകളൊന്നായ 53/22 ഈ രണ്ട് പേപ്പറുകളിൽ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്, എല്ലാവരും പഠിക്കാം. നമുക്ക് എക്സാംസിന് വളരെ കുറച്ച് ദിവസമുള്ളൂ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.